നമസ്കാരം. തങ്ങളുടെ കാൽ ചുവട്ടിലേക്ക് എല്ലാവരെയും എത്തിക്കുക എന്നതാണ് ട്രംപിന്റെ നയങ്ങൾ. അതിനുവേണ്ടി എന്ത് നെറുകേടും ചെയ്യാമെന്ന മനസ്സാണ് അമേരിക്കൻ പ്രസിഡന്റിനുള്ളത്. ഒരുപാട് കണക്കുകൂട്ടലുകളുമായാണ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം തവണയും ട്രംപ് അധികാരത്തിലേറിയത്. ഇത്തവണ ട്രംപിന്റെ തീരുമാനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിന് കൊടുത്തിരിക്കുന്ന പ്രത്യേക പരിഗണന. പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവും ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് മേൽനോട്ടം വഹിക്കുന്ന ആളുമാണ് മസ്ക്. എല്ലാം ബിസിനസ്സായി കാണുന്ന ആളാണ് ട്രംപ് എന്ന് പറയാതെ തന്നെ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതിന് പറ്റിയ ആളെയാണ് ഇപ്പോൾ കൂടെ കൂട്ടിയിരിക്കുന്നത്. 2017 അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി അരങ്ങേറ്റം കുറിച്ച ട്രംപ് പക്ഷെ തുടക്കത്തിലെ അത്ര നല്ല പേരായിരുന്നില്ല വാങ്ങിയിരുന്നത്. ആരോപണങ്ങളും ആക്ഷേപങ്ങളും കുന്നുകൂടി എത്തിയപ്പോൾ പക്ഷെ കൈവന്ന സൗഭാഗ്യം വിട്ടുപോകാതിരിക്കാൻ ട്രംപ് ആകുന്നതും ശ്രമിച്ചു. പ്രസിഡന്റായി അരങ്ങേറ്റം കുറിച്ച നാളുകളിൽ അമേരിക്ക കണ്ട ഏറ്റവും മോശം പ്രസിഡന്റ് ആയിരുന്നു ട്രംപ്. അമേരിക്കയിൽ 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യ പ്രസിഡന്റും ട്രംപ് തന്നെ. 40-ലധികം ലൈംഗികാതിക്രമ ആരോപണങ്ങൾ, 480 മില്യൺ പിഴ ചുമത്തപ്പെട്ട ടാക്സ് വെട്ടിപ്പുകൾ, പോൺ നടിക്ക് പണം കൊടുത്ത് ഇലക്ഷൻ അട്ടിമറിക്ക് ശ്രമം, അങ്ങനെ നീളുന്നു കേസുകൾ. ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കുറ്റം നേരിട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ക്രെഡിറ്റും മറ്റാർക്കുമല്ല ഉള്ളത് ട്രംപിന് തന്നെയാണ്. ട്രംപിന് വേദമോദി തന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കുള്ള ഒരു വേദിയായി അമേരിക്കയെ മാറ്റാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് മസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയിലെ ചെലവുകൾ കുറയ്ക്കുക എന്നതാണ് മസ്കിന്റെ ജോലി അല്ലെങ്കിൽ ചുമതല എന്ന് വേണമെങ്കിൽ പറയാം. ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന മസ്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിർണായക തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അധികാരത്തിലേറിയ പാടെ 10,000 പേരെയാണ് മസ്ക് ജോലിയിൽ നിന്നും ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത്. ഇന്റീരിയർ, ഊർജം, വെറ്ററൻ അഫയേഴ്സ്, കാർഷികം, ആരോഗ്യം, ഹ്യൂമൻ സർവീസ് എന്നീ മേഖലകളിൽ നിന്നാണ് കൂട്ടത്തോടെ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. പ്രൊബേഷണറി ജീവനക്കാരെയാണ് ആദ്യഘട്ടത്തിൽ പിരിച്ചുവിട്ടത്. പല ഏജൻസികളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയിലാണ് മസ്കിന്റെ തീരുമാനം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കൺസ്യൂമർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ബ്യൂറോയിലെ ഭൂരിപക്ഷം നിശ്ചിത കരാർ തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. നികുതി പിരിവ് ഏജൻസി, ഇന്റേണൽ റവന്യൂ സർവീസസ് തുടങ്ങിയ ഏജൻസികളിൽ നിന്നും വൈകാതെ പിരിച്ചുവിടൽ ഉണ്ടാകും. ഏപ്രിൽ 15 മുൻപ് തന്നെ ഈ ഏജൻസികളുടെയും പിരിച്ചുവിടൽ പൂർണ്ണമാകുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ 75,000 ജീവനക്കാർ ട്രംപിന്റെയും മസ്കിന്റെയും ഓഫർ സ്വീകരിച്ച് സ്വയം വിരമിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. ഇതിന് പുറമെയാണ് കൂട്ടപ്പിരിച്ചുവിടൽ കൂടെ നടന്നിരിക്കുന്നത്. കുടിയേറ്റക്കാരെ പറഞ്ഞുവിടുന്നതിലും മസ്കിന്റെ റോള് എടുത്തു പറയേണ്ടതാണ്. ട്രംപിനെ മുന്നിൽ നിർത്തി അമേരിക്കൻ ഭരണം നടത്തുന്നത് യഥാർത്ഥത്തിൽ മസ്ക് ആണെന്ന ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞു. മസ്ക് പറഞ്ഞാൽ അത് ട്രംപ് ഒരിക്കലും തള്ളിക്കളയില്ല. അതിന് മാത്രമുള്ള ബന്ധമുണ്ട് ഇരുവരും തമ്മിൽ. അതുകൊണ്ട് തന്നെ മസ്കിന്റെ ഓരോ തീരുമാനങ്ങൾ കൂടിയാണ് അമേരിക്കൻ ജനതയുടെ ഭാവി തീരുമാനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനിടയിൽ മസ്കിന്റെ കടന്നുകയറ്റം ഇത്തിരി കടന്നുപോയപ്പോൾ അതിന് നേരെ ചോദ്യങ്ങൾ വലിയ രീതിയിൽ ഉയർന്നിരുന്നു. വൈറ്റ് ഹൗസിലെ ഓഫീസ് ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ഡയറക്ടർ ജോഷുവ ഫിഷർ അടുത്തിടെ കോടതിയിൽ സമർപ്പിച്ച ഒരു ഫയലിംഗ് പ്രകാരം മസ്കിന് തീരുമാനമെടുക്കൽ അധികാരമില്ല എന്നും അദ്ദേഹം ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ജീവനക്കാരനല്ല എന്നും പറയുന്നു. പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിലും മാത്രമാണ് മസ്കിന്റെ പങ്കെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. മറ്റു മുതിർന്ന വൈറ്റ് ഹൗസ് ഉപദേഷ്ടാക്കളെ പോലെ സർക്കാർ തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ മസ്കിന് ഔപചാരിക അധികാരമില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. സാങ്കേതികപരമായും സാമ്പത്തികപരമായും പല പദ്ധതികളും മസ്കിന്റെ മനസ്സിലുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അതിനുള്ള ഒരു അവസരമായാണ് മസ്ക് ഈ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിൽ ട്രംപും ഒട്ടും തന്നെ പിന്നിലല്ല. തന്റെ മനസ്സിലെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുക എന്നതാണ് പ്രസിഡന്റ് പദവി കൊണ്ട് ട്രംപും ഉദ്ദേശിക്കുന്നത്. അതിനായി മുഖ്യ ശത്രുക്കളായ പല രാജ്യങ്ങളോടും ഇതിനോടകം തന്നെ ട്രംപ് കൂട്ടുകൂടി കഴിഞ്ഞു. സാമ്പത്തികപരമായി അമേരിക്കയെ വളർത്തുക, പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായും എല്ലാം വ്യാപാരത്തിൽ ഏർപ്പെടുക എന്നതൊക്കെയാണ് ട്രംപിന്റെ ഉദ്ദേശം. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ ട്രംപ് സ്വീകരിക്കുന്ന മാർഗങ്ങളെയാണ് നാം പേടിയോടെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത്.